കൊല്ലം പെരുനാട് ഗ്രാമപഞ്ചായത്തിലെ കുഴിയം തെക്ക് 24 നമ്പർ അംഗൻവാടിയുടെ കിണർ കാടുമൂടി മലിനമായ നിലയിൽ. എത്രയും വേഗം ആരോഗ്യവകുപ്പ് ഇടപെട്ട് കിണർ വൃത്തിയാക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. കൊല്ലം പെരുനാട് പഞ്ചായത്തിൽ നിലവിൽ 15-ാം വാർഡിൽ കുഴിയം തെക്ക് സ്ഥിതി ചെയ്യുന്ന 24 നമ്പർ അംഗൻവാടിയിലെ കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന കിണർ കാടുകയറി മലിനമായ നിലയിലായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതിപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസിയായ സുരേന്ദ്രൻ ആരോപിക്കുന്നു. എൻ്റെ പേര് സുരേന്ദ്രൻ, ഒരു പൊതുപ്രവർത്തകനാണ്. 15-ാം വാർഡ് ചന്ദനത്തോപ്പ് വാർഡിലെ വളരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിലെ കിണർ ഒരുപാട് നാൾ കാട് കയറി ഇറക്കാതെ അതിനകത്ത് മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് അവിടുത്തെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ പാചകത്തിനും കുടിവെള്ളത്തും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നാട് മുഴുവൻ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയാണ്. മഴക്കാലമാണ്. അതുകൊണ്ട് ഈ പിഞ്ചു കൊച്ചുങ്ങൾക്ക് രോഗം വരാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുകയാണ്. നേരത്തെ MLA ആയിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ചാണ് അംഗൻവാടി പുതുക്കി പണിതത്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പാചകം ചെയ്യാനും മറ്റുമായി ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യവകുപ്പോ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ കിണറ്റിൽ നിന്നും വെള്ളം ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്തത് കുട്ടികൾക്ക് കൊടുക്കുന്നതിലും രക്ഷിതാക്കൾക്ക് ഏറെ ആശങ്കയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.